രാവിലെ എണീറ്റപ്പോൾ ഒന്ന് കണ്ണ് തിരുമിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് ചുവന്ന് പിടിച്ചെൻ്റെ കണ്ണുകളാണ്. ഈ കണ്ണുകളുമായിട്ട് ഞാൻ പോയത് ലാബിലോട്ടായിരുന്നു പ്രഷറും ഷുഗറൊന്നും ചെക്ക് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് ബ്ലറായി. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം നോർമലായിരുന്നു. അബ്നോർമൽ ആവാൻ വേണ്ടി ഞാൻ ഒരുത്തി കണ്ടിട്ടുണ്ടായിരുന്നു. ആരതി എൻ്റെ കൂടെ +2 പഠിച്ചതാണ്. ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു റെഡിയായി ശ്രീലക്ഷ്മിയുടെ വീട്ടിലോട്ട് പോകാൻ. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നേ. അപ്പോൾ സീനറിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അലങ്കാരി കയറിയിട്ട്. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കിട്ടിയ ബസ്സിന് കയറി ഞാൻ തെക്കേമല വരെ വന്നെത്തി. തെക്കേമല വന്നിട്ട് അടുത്ത ബസ്സിൽ കയറിയിട്ട് ഞാൻ പുത്തങ്കാവിൽ ഒരു സ്റ്റോപ്പ് മുന്നേ ആയിട്ട് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് നടന്ന് ഞാനാണെങ്കിൽ കറക്റ്റ് സ്റ്റോപ്പിലോട്ട് എത്തി. ശ്രീലക്ഷ്മിനെയും ഡാഡിനെയും കാത്ത് അവിടെ നിന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ എന്നെ വന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ, അതായത് ശ്രീലക്ഷ്മിയും ഞാനും കൂടി കേക്ക് വാങ്ങിക്കാനായിട്ട് പോയി. എന്നിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് നിലേനെയും കൂട്ടി ഞങ്ങൾ വീട്ടിൽ വന്നു. എന്നിട്ട് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കൊക്കെ മുറിച്ചു. അതിനുശേഷം ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു. ഞാൻ നല്ലോണം കഴിച്ചു. എന്നിട്ട് ഐസ്ക്രീമും കഴിച്ചു. ഐസ്ക്രീം ആണെങ്കിൽ ഞാൻ 2 എണ്ണം കഴിച്ചു. ഒന്ന് നീലിയുടെയും ഒന്ന് എൻ്റെയും. അവൾക്ക് പനി ആയതുകൊണ്ട് അവൾ കഴിച്ചില്ല. ഇവരോട് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാനാ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നത്. ഇവരെന്ത് തേങ്ങയാണ് പറയുന്നത് എനിക്കും അറിയത്തില്ല, ഇവർക്കും അറിയത്തില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കണ്ട് റിലേ പോയി ഞാനിങ്ങനെ ഇവരെ നോക്കി ഇങ്ങനെ ഇരുന്ന് എന്ത് പറയാനല്ലേ. എന്നിട്ട് ഞാൻ ഒരു ഔട്ട്ഫിറ്റ്സ് ഒക്കെ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവരെന്തൊക്കെയോ പറഞ്ഞു, എൻ്റെ മൂഡാകെ പോയി. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങി. അത്രയേ ഉള്ളൂ. ബായ്.